സഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളായി വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോസ് ഇടണമെന്നൊരു തോന്നൽ വന്നപ്പോൾ ചില പ്രശ്നങ്ങളല്ലേ, നമ്മുടെ നാട് മൊത്തം പ്രശ്നങ്ങളാണ്. അർജുൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ ലോറി ഉരുൾപൊട്ടലിലെ ലോറിയുമായി അർജുൻ കാണാതായതും അതുമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വളരെയധികം പ്രയാസത്തിലായിരുന്നു. ആ സമയത്ത് വീഡിയോ ഇടാൻ നമുക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വയനാടിലെ ഉരുൾപൊട്ടലും കാര്യങ്ങളുമായിട്ട് കുറേ പേർ മരിക്കുകയും, അപ്പോൾ നമ്മുടെ സഹജീവികളായിട്ട് നല്ല ഒരു സഹോദരങ്ങളും നമ്മുടെ കുട്ടികളും അമ്മമാരും അടക്കം കുറേ പേര് കാണാതായി മരണപ്പെട്ടു പോയി. ആ ഒരു ദുഃഖവാർത്തയിൽ ഇരിക്കുന്ന സമയത്ത് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ ഒരു മീൻ വളർത്തുന്ന കാര്യം മുൻപ് പഴയ വീഡിയോകളിലൊക്കെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ആ മീനിനെ ഇന്ന് പിടിച്ചിട്ട് ഫ്രൈ ചെയ്യാനായിട്ടൊന്ന് ഉള്ള ശ്രമത്തിലാണ്. ആ കാഴ്ചകൾ നമുക്ക് കാണാം. പിടിക്കുന്ന മത്സ്യം കറി വെച്ച് കഴിച്ചിട്ടുണ്ടോ? പൊരിച്ച് കഴിച്ചിട്ടുണ്ടോ? അതല്ലേ പിടയ്ക്കുന്ന മത്സ്യം ഉണ്ടാ. അങ്ങനെ പിടയ്ക്കുന്ന മത്സ്യത്തെ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ വളർത്തുന്ന മത്സ്യം, ഇതിൻ്റെ പേര് വന്നിട്ട് കട്ട്ള. പക്ഷേ സൈസ് ചെറുതാണ്. നമ്മുടെ ടാങ്ക് ചെറുതായതുകൊണ്ട് ചെറിയ സൈസാണ് മീനുകൾ കിട്ടിയത്. അപ്പം നമ്മൾ അതിനെ ഇന്ന് ഫ്രൈ ചെയ്യുന്ന രംഗങ്ങളാണ് കാണുന്നത്. കട്ട്ള എന്ന് പറയും. കട്ട്ള എന്ന് പറയുന്ന മീനാണ്. പക്ഷേ ഇതിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വലിപ്പമായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വളർത്തേണ്ട രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ, വലിയ ടാങ്കിലൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സൈസാവും. ഇത്ര വരെയാവും. ഇത് നമുക്കിപ്പം അത്രയും സൈസായില്ല. എന്നാലും കുഴപ്പമില്ല. ഒരു 1/2 കിലോയ്ക്കകത്ത് ഉള്ള വെയിറ്റ് ഉള്ള മീൻ നമുക്ക് കിട്ടി. ഇതിനെ ഫ്രൈ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഈ പുറത്തുള്ള മുള്ളെല്ലാം കട്ട് ചെയ്ത്, പുറത്ത് വരുന്ന ഒരു ചിറക് അതൊക്കെ സിസർ കൊണ്ട് കട്ട് ചെയ്തു. ഇനി ഇത് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലേക്ക്, പ്രോസസ്സിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വളർത്തി എടുത്ത മീനാണ്. അപ്പോൾ ഇതിനകത്ത് ചെളിയിലൊന്നും ചേർന്ന് തിന്നണ മീനല്ല. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് മറ്റു കാഴ്ചകൾ വീണ്ടും കാണാം. ഇത് വാലോടുകൂടി തന്നെ എടുത്തു കേട്ടോ. കട്ട് ചെയ്ത് മസാല പുരട്ടി വെച്ചിരിക്കുകയാണ്. കുറേ സമയം നമുക്കൊന്ന് മസാല പിടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ അതിനെ പൊരിക്കുന്നത്. കട്ട് ചെയ്തോ. മീൻ പിടിച്ച് പൊരിക്കുന്ന സമയത്ത് വേറൊരാളിനെ കൂടെ പരിചയപ്പെടുത്താം. നമ്മുടെ പോപ്പി, നമ്മുടെ ടിറ്റോ മരണപ്പെട്ടതിന് ശേഷം വേറൊരാൾ നമുക്ക് ഒരു പെറ്റ് വന്നിട്ടുണ്ട്. പൂപ്പി എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നേരത്തെ കാറിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞൊരു എപ്പിസോഡ് ഞാൻ ചെയ്തിരുന്നു. അവനിപ്പോൾ ഞാൻ ഇവിടേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവന് റെഡി ആയിരിക്കും. കാരണം ഗേറ്റ് തുറന്ന് ഞാൻ പുറത്തേക്ക് പോകും, അവനെ കൊണ്ടുപോകുന്നുള്ളൊരു ധാരണയാണ് അവൻ്റെ മനസ്സിൽ. ചിലപ്പോൾ ഫുട്ബോൾ എടുത്തുകൊണ്ട് വരും കളിക്കാനായിട്ട്. വൈകുന്നേരത്താണ് ഞാൻ സാധാരണ ഇവനെ ഇറക്കി ഗേറ്റിൻ്റെ പുറത്ത് കൊണ്ടുപോയി കുറച്ച് നടത്തിക്കും. എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നടക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവനെ റെഡിയായിട്ടിരിക്കുകയാണ്. ഉണ്ടോ? ഡേയ് പോമോ, നമുക്ക് പോമോ? ഫുട്ബോൾ കളിക്കാൻ പോവാം. ബോൾ എടുത്തിട്ട് വാ. ബോൾ എടുത്തിട്ട് വാ. നമുക്ക് കളിക്കാൻ പോവാം. ബോൾ എടുത്തിട്ട് വാ. അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി അവൻ്റെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നതാണ്. അവൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം നമ്മളൊരു എപ്പിസോഡ് കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. അവനെ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ കൊണ്ടുപോകില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അയാളെ പോയി കിടക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മളിന്ന് വീഡിയോ ഇട്ടെങ്കിലും നമ്മൾ വളരെയധികം പ്രയാസത്തിലാണ്. ഈ ഒരു കാര്യം, നമ്മളെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പലരും അതൊന്നും ആലോചിക്കാതെ വളരെ ആർഭാടകരമായിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട് മൊത്തവും ഉരുൾപൊട്ടലിലും നമ്മുടെ സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരവസരമാണ്. പിന്നെ നമുക്കും ഇതുപോലുള്ള ആപത്തുകൾ സംഭവിക്കാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ആർഭാടകരമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാതിരിക്കുക. നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേരുക. അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം മറന്നു കേട്ടോ, നമ്മുടെ മുന്തിരി, ഞാൻ നേരത്തെ മുന്തിരി കൃഷിയുടെ കാര്യമൊക്കെ നേരത്തെ വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു കൃഷിയല്ലേ. അപ്പോൾ വാഴയും കാര്യങ്ങളൊക്കെ നട്ടിരുന്നു, അതൊക്കെ നേരത്തെ കാണിച്ചിരുന്നു. ഇതിപ്പോൾ പ്രൂണിങ് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് മൊത്തത്തിൽ പ്രൂണിങ് ചെയ്ത് നിർത്തിയ ശേഷം പൂത്ത് കായ വന്നിട്ടുണ്ട്. കണ്ടില്ലേ?
ഒത്തിരി സൈഡിലൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ടല്ലോ, ചെറിയ ഇവിടെയും ഉണ്ട്, ഇവിടെയും അതാണ്. ഇടയ്ക്കൊക്കെ ഒത്തിരി കായ്കൾ പിടിച്ച് നിൽക്കുകയാണ്. അതിന് പഴുക്കണം. പഴുത്ത് കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തത്തമ്മ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ ഏരിയയിൽ തത്തയും ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സിറ്റിയിലാണെങ്കിൽ തന്നെയും നല്ല കുറേ പക്ഷികളുണ്ട്. അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് നമ്മുടെ എതിരെ നമ്മുടെ അയൽക്കാരൻ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. പപ്പായ, അതുപോലുള്ള മാംഗോ, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ തന്നെ വേറൊരു ഫ്രൂട്ടിൻ്റെ പേരെന്താ, റംബൂട്ടാൻ, ഇതൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഭയങ്കര തത്തയും കിളികളും ഒക്കെ വരും. അവർ വന്നിട്ട് നമ്മുടെ മുന്തിരിയും ഇടയ്ക്ക് പഴുക്കുന്നത് ഭക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇതാണ്. ഇടയ്ക്കൊക്കെ നിൽക്കുകയാണ് കേട്ടോ, ഒത്തിരി ഉണ്ട്. അത് കാണാൻ പറ്റില്ല, ഇടയ്ക്ക് ഈ ഇല കൊണ്ട് മറയുകയാണ്. ഞാൻ പ്രത്യേകിച്ച് ഇതിന് വളമൊന്നും ചേർത്തിട്ടില്ല. വളമൊക്കെ ഇട്ടിരുന്നെങ്കിൽ നന്നായിട്ട് കായ്ച്ചേന്, ഇതിൽ കൂടുതൽ കായ്ച്ചേന്. ഞാൻ പ്രത്യേകമായിട്ട് ഇതിന് വളമൊന്നും ഇട്ടില്ല, എനിക്കത് അറിയത്തുമില്ല. എല്ലാവരും പറയുന്നത് എല്ലുപൊടി ചേർക്കണം, എല്ലുപൊടി ഇടണം, പിന്നെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, കടലപ്പിണ്ണാക്കിൻ്റെ ഇത് ചേർക്കണം. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ മീൻ കഴുകുന്ന വെള്ളവും ഇറച്ചി കഴുകുന്ന വെള്ളമൊക്കെ അതിന് മൂട്ടിലേക്ക് ഒഴിക്കുക. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ല. വളം ചേർത്തെങ്കിൽ നന്നായിട്ട് ശരിക്ക് കാച്ചേന്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം കണ്ടല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. ഗുഡ് ബൈ.